ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ്ലി സ്മൈലി. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പൈസി ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഇന്ന് മുതൽ ഞാനൊരു അടുക്കള ടിപ്സ് കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് വെള്ളരിക്കയാണ് കേട്ടോ. നല്ല ഫ്രഷായ വെള്ളരിക്കയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ വെള്ളരിക്കയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഡ്രിങ്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം ജലാംശമുള്ള വെജിറ്റബിൾസൊക്കെ തിരഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടുന്നത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഈ ഡ്രിങ്കിന് നിർബന്ധമാണ്. തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കുന്നത്, പശുമ്പാലിൽ അല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. ഒരു മുറി തേങ്ങയുണ്ട്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ സ്പൈസസ് ആണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഗ്രാമ്പൂവാണ്. ഒരു 3 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പട്ടയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല പട്ട തന്നെ വാങ്ങാനായിട്ട് നോക്കണം. പിന്നെ വേണ്ടുന്നത് കുരുമുളകാണ് കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള കുരുമുളകാണ്. നമ്മുടെ ഈ ജ്യൂസിന് കുറച്ച് എരിവ് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് എരിവുള്ള കുരുമുളക് എടുക്കുക. ഇത് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഇത്ര എടുത്തിരിക്കുന്നത്. ഒരു 10-12 ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടുന്നത് ഇഞ്ചിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ തിരഞ്ഞെടുക്കുക, കുറച്ച് എരിവിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇഞ്ചിയൊക്കെ നമ്മുടെ ദഹന പ്രക്രിയക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ വയറ്റിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് കേട്ടോ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടുന്ന ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേനാണ് വേണ്ടുന്നത്. ഇതൊരു 100 മില്ലി തേനുണ്ട്. പിന്നെ വേണ്ടുന്നത് വെള്ളമാണ്. അത് തണുത്ത വെള്ളമോ അത് നമ്മൾ സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ആവാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് തണുത്ത വെള്ളമാണ്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഘട്ടത്തിലേക്ക് പോവാം. ഇനി വേണ്ടുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ട് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ ഈ ജ്യൂസുമായിട്ട് നന്നായി യോജിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുരുമുളക്, ഇഞ്ചി അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ, അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. നമ്മുടെ എല്ലാ സ്പൈസസും ഇതിൽ നന്നായി മിക്സായി വരുന്നത് വരെ നന്നായിട്ട് അരച്ച് എടുക്കണം. എന്നിട്ട് നമ്മളിത് ജ്യൂസാക്കി മാറ്റി നമ്മൾ അരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരയ്ക്കുക, കുറച്ച് നേരം അരച്ച് എടുക്കണം കേട്ടോ. നന്നായി അരഞ്ഞ് വരുന്നത് വരെ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ച് എടുക്കാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ കണ്ടോ, അത് ജ്യൂസ് നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 100 മില്ലി തേനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 100 മില്ലി തേനും ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. മാത്രമല്ല വേറെ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ തേനിൻ്റെ രുചി മാത്രം മതിയാവില്ല, മധുരം കുറച്ച് കുറവായിരിക്കും. പിന്നെ മാത്രമല്ല തേൻ മാത്രമാകുമ്പോൾ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഇത്. നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്പൈസി ഡ്രിങ്കാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇത്. കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, തേൻ ചേർത്തപ്പോൾ ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറിയൊരു പുളിയും ഒക്കെ വരും. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എരിവ്, മധുരം, അതുപോലെ തന്നെ ചെറിയ പുളിയെല്ലാം കൂടി ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും, ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമുക്കിത് നമ്മുടെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്കിത് പകർത്താം. ഇല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള എന്നാൽ
ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തെ ടിപ്പ് പറയാൻ പോകുന്നത് പപ്പടം, ബിസ്ക്കറ്റ് എന്നിവ തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സൂക്ഷിക്കുന്ന ടിന്നിൽ 3 കഷ്ണം ബ്ലോട്ടിംഗ് പേപ്പർ കൂടി ഇട്ട് വെച്ചാൽ അത് പുതുമയോടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളെല്ലാം അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.